പ്രേക്ഷകർക്ക് അറിയേണ്ടത് അതായത് ഇനി എണ്ണാനുള്ള 9 റൗണ്ടുകൾ അല്ലേ? ഈ 9 റൗണ്ടുകൾ NDAക്ക് സ്വാധീനമുള്ള മേഖലകളാണോ എന്നാണ്, അല്ലെങ്കിൽ UDFനാണോ അല്ലെങ്കിൽ LDFനാണോ അവിടെ സ്വാധീനം കൂടുതൽ? അപ്പോൾ അതിനനുസരിച്ചായിരിക്കുമല്ലോ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ്, ആത്യന്തികമായിട്ട് തെരഞ്ഞെടുപ്പ് ഫലം അതിനനുസൃതമായിട്ടായിരിക്കുമല്ലോ. നമുക്ക് അങ്ങനെയാണല്ലോ ചിന്തിക്കാൻ പറ്റുന്നത്. 9 റൗണ്ടുകൾ എണ്ണിയത് പ്രധാനമായും അവരുടെ മേഖലകളിലാണ്. ആ 9 റൗണ്ടുകൾ എണ്ണിയത് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. കഴക്കൂട്ടം, ചന്തവിള, കാട്ടായിക്കോണം, ചെങ്കോട്ടുകോണം, കാര്യവട്ടം, ചെമ്പഴന്തി, ഞാണ്ടൂർക്കോണം, ശ്രീകാര്യം, പൗടിക്കോണം, പാങ്ങപ്പാറ, അതുപോലെ തന്നെ പള്ളിത്തുറ. അതിൽ മെജോറിറ്റി ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകളല്ലേ? തീർച്ചയായിട്ടും. നമുക്കറിയാവുന്നതുപോലെ തന്നെ ചന്തവിളയും കാട്ടായിക്കോണവും ഒക്കെ ഇടത് കോട്ടകളാണല്ലോ. ചെങ്കോട്ടുകോണം അടക്കം. അതിൽ ചെമ്പഴന്തി മുതലൊക്കെയാണ് BJPക്ക് എന്തെങ്കിലുമൊക്കെ സാധാരണയായി വോട്ട് ലഭിച്ചിരുന്നത്. ഇനി എണ്ണാനുള്ള മേഖല കൂടി നമ്മൾ നോക്കണം. അതിൽ പള്ളിത്തുറയൊക്കെ CPMന് അനുകൂലമായി പോകും. കുളത്തൂർ വരെ CPMന് അനുകൂലമായി പോകും. അവിടെ നിന്ന് കുമാരപുരത്തേക്ക് വരുന്നു, കണ്ണമൂലയിലേക്ക് വരുന്നു, കുളത്തൂരേക്ക് വരുന്നു, പോങ്ങമൂടേക്ക് വരുന്നു, ചെറുവയ്ക്കലൊക്കെ BJPക്ക് ശക്തമായ അടുത്തുള്ള മേഖലയാണ്. പിന്നീട് അലത്തറയും അതുപോലെ തന്നെ കടകംപള്ളിയുമാണുള്ളത്. അത് സ്വാഭാവികമായും ഒരു മിക്സർ വോട്ടാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അല്പം മേൽക്കോയ്മയുള്ളതാണ്. പിന്നീട് വരുന്ന മെഡിക്കൽ കോളേജ് മേഖല, മണ്ണന്തല മേഖലയൊക്കെ തന്നെ BJPക്ക് പ്രതീക്ഷ പുലർത്താവുന്ന ഇടങ്ങളാണ്. ഉള്ളൂർ സ്വാഭാവികമായും BJPക്ക് നല്ല ശക്തിയുള്ള ഇടമാണ്. കടച്ചക്കോണം അടക്കമുള്ള മേഖലകൾ, ഇതിൽ നമ്മുടെ കടകംപള്ളി അടക്കമുള്ള കുറച്ച് മേഖലകൾ CPMന്റെ കോട്ടകൊത്തളങ്ങളെന്ന് പറയാൻ പറ്റും. അവിടെയും BJPക്ക് കൃത്യമായ വോട്ട് ഷെയർ ഉണ്ട്. എന്നാൽ പിന്നീട് BJPക്ക് അനുകൂലമായി വരുന്ന മേഖലകളുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായി നമുക്ക് പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന ഘടകം. യെസ്, ഗൗതം നോക്കൂ, ഈ UDF ഇപ്പം ലീഡ് ചെയ്യുന്ന എല്ലാവർക്കും നല്ല ലീഡുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും മാത്രമല്ല, ബാക്കിയുള്ള ഈ UDFലെ മറ്റ് ഘടകകക്ഷികളുണ്ടല്ലോ, ആ ഘടകകക്ഷി നേതാക്കന്മാർക്കും നല്ല ലീഡുണ്ട്. ഇപ്പോൾ ഷിബു ബേബി ജോണിൻ്റെ ലീഡൊക്കെ ഏകദേശം 17,000-ന് മുകളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് നോക്കൂ, UDFനോടുള്ള സ്നേഹം മാത്രമല്ല, ഒരു കാരണവശാലും ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തരുത്, അധികാര തുടർച്ച ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് പിണറായിസം അതിനോടുള്ള ഈ പാർട്ടിക്കാരുടെ വലിയൊരു അമർഷം. ഇപ്പോൾ 9 റൗണ്ട് പൂർത്തിയായപ്പോൾ ധർമ്മടത്തെ പിണറായി വിജയന്റെ ലീഡ് കുറയുന്നു എന്ന ഏറ്റവും പുതിയ കണക്കുകൾ വരികയാണ്. 2892 വോട്ടിന്റെ ലീഡ് മാത്രമാണ് കേരളത്തെ അടക്കി ഭരിച്ചിരുന്ന മുഖ്യന്റെ ഇപ്പോഴത്തെ ലീഡ് എന്നാണ് പറയേണ്ടത്. ഈ പാർട്ടി വിട്ടവർ വിസ്മയമാകുന്ന ഒരു കാഴ്ച നമ്മൾ വിഷമമുണ്ടോ നീലിമയ്ക്ക്? തീർച്ചയായും ചാത്തന്നൂരിൽ NDAയുടെ ലീഡ് വീണ്ടും കൂടുകയാണ്. 822 വോട്ടുകൾക്ക് NDA വീണ്ടും കൊല്ലത്തെ ചാത്തന്നൂരിൽ ലീഡ് ചെയ്യുന്നു. BJPക്ക് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്ന മറ്റൊരു മണ്ഡലമായി നേമത്തിന് ഒപ്പം ചാത്തന്നൂരും മാറുകയാണ്. 822 BB ഗോപകുമാറിന്റെ ലീഡ്. ഞാൻ നേരത്തെ ചോദിച്ചത് നീലിമയ്ക്ക് വിഷമമുണ്ടോ എന്നുള്ളതാണ്. കാരണം ഒരിക്കലുമില്ല, CPMന്റെ രാഷ്ട്രീയത്തെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാജയം വളരെ കൃത്യമായി പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ പ്രവചിച്ചതാണ്. ഇരന്ന് വാങ്ങിയതാണ്. ഈ പിണറായി വിജയന്റെ ഏക ഛത്രാധിപത്യം, അതിനുള്ള വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ണൂരിലുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ പണ്ട് SSLCക്ക് ഒരു കണക്ക് പറയുമായിരുന്നല്ലോ, 210 മാർക്ക് നേടി കഷ്ടിച്ച് വിജയിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥ എന്താണോ ആ മാനസികാവസ്ഥയിലേക്ക് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂപ്പുകുത്തും എന്നുള്ള തരത്തിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ 9ാമത്തെ റൗണ്ട് എത്തിക്കഴിഞ്ഞപ്പോൾ പിണറായി വിജയന്റെ ലീഡ് കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൗതം, നീലിമ, സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മടം പോലുള്ളൊരു മണ്ഡലത്തിൽ ഇപ്പോൾ ഒരാൾക്ക് സീറ്റ് കൊടുക്കണമല്ലോ, ഒന്ന് വെച്ച് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തങ്ങ് വിടുക എന്നുള്ളതാണല്ലോ. പക്ഷേ ഇപ്രാവശ്യം UDF നല്ലൊരു സ്ഥാനാർത്ഥിയെയാണ് നിർത്തിയത്. വളരെ പോപ്പുലറാണ്. മാത്രമല്ല ഈ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകളുണ്ട്, അതുകൂടി ഒരു ഫാക്ടർ ആണ്. ഇപ്പോൾ UDFന് അപ്രമാദിത്വമുള്ള അല്ലെങ്കിൽ UDFന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ പ്രദേശങ്ങളൊന്നുമില്ല അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്പറം, പിണറായിക്ക് അടുത്തുള്ള മമ്പറം, പിന്നെ ചക്കരക്കല്ല്, ഈ 2 സ്ഥലങ്ങളാണ് കാര്യം എന്തെങ്കിലും ഒരു മുൻതൂക്കം ഉള്ള സ്ഥലങ്ങൾ UDFന്. ബാക്കിയുള്ളതെല്ലാം ഇടതുമുന്നണിയുടെ കോട്ടകളാണ്. ആ കോട്ടകളിൽ എണ്ണിയപ്പോഴാണ് പിണറായി പുറകിലോട്ട് പോയത്. ഈ കാര്യം പിണറായിക്ക് വളരെ നേരത്തെ മനസ്സിലായി. അതാ ഇന്നലെ അദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന്
തിരുത്തിയത് ബയോ തിരുത്തിയത് അതുകൊണ്ടാണ്. ബ്യൂറോ അംഗം എന്ന് മാത്രമാക്കി പിണറായി വിജയൻ അല്ലാതെ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട പിണറായിയെ പോലുള്ള ഒരു നേതാവ് ഒരു തരത്തിലും ഒരിക്കലും അങ്ങനെ തിരുവനന്തപുരം വിട്ടുപോകില്ല. പോകത്തില്ല. ഇനി അതേസമയം ബാക്കിയുള്ളവരൊക്കെ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു ഇനി അല്ലേ? പിണറായി വെറും പോളിറ്റ് ബ്യൂറോ അംഗമാണ്, വെറും പോളിറ്റ് ബ്യൂറോ അംഗം. പക്ഷേ പോളിറ്റ് ബ്യൂറോ അംഗം നിയമസഭയിൽ പോലും അതേ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ താങ്കൾ? ഒരിക്കലും ഇല്ല. മാത്രമല്ല അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണാൻ പോവുകയാണ് രാഷ്ട്രീയ കേരളം. CPM രാഷ്ട്രീയത്തിൽ പുതിയ ഒരു തലമുറ മാറ്റമാണ്. അടുത്ത തലമുറ എത്തുക. ഇനി മാത്രം ബാറ്റൺ മരുമോന് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷ നേതാവായിട്ട് മുഖ്യമന്ത്രിയാണെങ്കിൽ പിണറായിയെ തന്നെയാണല്ലോ നമ്മൾ കാണുന്നത്. പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി ഇരിക്കും എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ മരുമകനിലേക്ക് ബാറ്റൺ കൈമാറാനുള്ള സാധ്യതയുണ്ട്. CP ജോണിന്റെ ലീഡ് കുറയുന്നു എന്ന വളരെ നിർണായകമായ ഒരു വാർത്ത വരികയാണ്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ അതിശക്തമായ മത്സരം BJPക്കും UDFനും ഇടയിൽ നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. മുന്നേറ്റം അവിടെ 745 വോട്ടിന്റെ വ്യത്യാസം. രഞ്ജിത്ത് അമ്പാടിക്ക് വിശദാംശങ്ങൾ അറിയാം. രഞ്ജിത്ത്, എന്താണ് തിരുവനന്തപുരം സെൻട്രലിൽ സംഭവിക്കുന്നത്? തിരുവനന്തപുരം സെൻട്രലിൽ ഇപ്പോൾ CP ജോണിന്റെ ലീഡ് കുറഞ്ഞിരിക്കുന്നു. നേരത്തെ 1100-ലധികം വോട്ടുണ്ടായിരുന്ന CP ജോണിന് ഇപ്പോൾ 745 മാത്രമായി കുറഞ്ഞിരിക്കുന്നു. ഇവിടെ 9 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഇനി എണ്ണാനുള്ളത് തൈക്കാട്, ചാല, മേലാറന്നൂർ മേഖലകളാണ്. ആ മേഖലകൾ പൂജപ്പുര, ആര്യശാല മേഖലകളൊക്കെ തന്നെ സ്വാഭാവികമായും BJPക്ക് വോട്ടുള്ള മേഖലകളാണ്. പിന്നീട് അട്ടക്കുളങ്ങര, കുര്യാത്തി അതുവരെ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നീട് വലിയ തുറയുടെ മറ്റ് മേഖലകൾ, അവിടെ സ്വാഭാവികമായും ഒരു വോട്ട് ഷെയർ വർധനവ് UDFന് അനുകൂലമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീണ്ടും ശ്രീവരാഹത്തേക്ക് വരുന്നു. ശ്രീവരാഹത്തിൻ്റെ ഒരു ഭാഗവും മണക്കാടും സ്വാഭാവികമായും വോട്ട് കൃത്യമായി വീതിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നീടുള്ള 3 റൗണ്ടുകളാണ്. അതായത് ഭീമാപ്പള്ളി, പൂന്തുറയുടെ മറ്റൊരു ഭാഗം. ഈ 3 റൗണ്ടുകളിൽ 16, 17, 18 റൗണ്ടുകളാണ് തിരുവനന്തപുരം സെൻട്രലിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം. അതുവരെ എത്രത്തോളം വോട്ടുകൾ കരമന ജയൻ ലീഡ് നേടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരം സെൻട്രലിൻ്റെ ഫലം എന്നുള്ളത് യാതൊരു സംശയവുമില്ല. മറ്റു മേഖലകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആര്യശാലയായാലും മേലാറന്നൂറായാലും പൂജപ്പുരയായാലും അട്ടക്കുളങ്ങരയായാലും കുര്യാത്തി ആയാലും BJPക്ക് സ്വാഭാവികമായും വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അവിടെയൊക്കെ വലിയ ലീഡ് നേടിയാൽ ഈ പൂന്തുറയിലെയും ഭീമാപ്പള്ളിയിലെയും നഷ്ടം നികത്തി നേരിയ മാർജിനിലെങ്കിലും വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് തിരുവനന്തപുരം സെൻട്രലിന്റെ ഒരു പൊതുചിത്രം. കേരളത്തെ UDF 102, LDF 36, NDA 2. ഗൗതം 111 UDFന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ച 111 അതെ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. 9 മണ്ഡലങ്ങൾ മാത്രം അകലെ നിൽക്കുന്നു. പക്ഷെ അതിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ 100-ന് താഴെയാവാനാണ് സാധ്യത. എന്തായാലും ചാത്തന്നൂരിലും നേമത്തും NDA അതേ ലീഡ് നിലനിർത്തുകയാണ്. ഏതാണ്ട് വലിയൊരു മാർജിനിലുള്ള ലീഡ് നേമത്ത് BJPക്കുണ്ട്. 800 വോട്ടിന്റെ ലീഡാണ് ചാത്തന്നൂരിൽ BJPക്കുള്ളത്. 2 മണ്ഡലങ്ങളിൽ NDA. പാലക്കാട്ടെ അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം പാലക്കാട് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ട്. പാലക്കാട് നേരത്തെ പറഞ്ഞ പോലെ UDFനും LDFനും വലിയ മേൽക്കൈയുള്ള പ്രദേശങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത് എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. മലമ്പുഴ നോക്കണം. മാത്രമല്ല ഒറ്റപ്പാലത്ത് 2ാം സ്ഥാനത്തായിരുന്നു മേജർ രവി. അതെ, മലമ്പുഴയിൽ കൃഷ്ണകുമാർ 2ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്താണ്. അപ്പോൾ അവിടെയൊക്കെ 2ാം സ്ഥാനങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? വോട്ടുകൾക്കാണ് BJP 2ാം അതെ ലീഡ് ഈ കണക്കുകളൊക്കെ കാണിക്കുന്നത്. ഒറ്റപ്പാലം നോക്കൂ, BJP 2ാം സ്ഥാനത്തേക്ക് വരണമെങ്കിൽ എത്ര വലിയൊരു വർക്ക് അവിടെ നടന്നിട്ടുണ്ടാകാം, എത്ര വലിയ ജനവികാരം ഇരു മുന്നണികൾക്കും. പ്രചരണത്തിൽ വളരെ സജീവമായിരുന്നു, പ്രചരണത്തിൽ സക്രിയമായിരുന്നു. ഇടതു കോട്ടയായി കണക്കാക്കപ്പെടുന്ന ഒറ്റപ്പാലം, അവിടെയൊക്കെ വലിയ ലീഡിലേക്ക്, വലിയ നിലയിലേക്ക് BJP കടന്നു കയറിയിട്ടുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ 2386 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള ലീഡ്. രാജീവ് ചന്ദ്രശേഖറിനെ നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. നേരത്തെ രഞ്ജിത്ത് അമ്പാടി പറഞ്ഞത് പ്രകാരം BJPക്ക് സ്വാധീനമുള്ള, NDAക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ആണ് ഇനിയും വോട്ട് എണ്ണേണ്ടത് എന്നുള്ളതാണ്. മാത്രമല്ല വലിയ ഒരു മുന്നേറ്റം ഒന്നും നടത്താൻ ശിവൻകുട്ടിക്കോ അല്ലെങ്കിൽ ശബരിനാഥിനോ സാധിച്ചിട്ടില്ല. സാധാരണ ഇങ്ങനെയല്ല, മാറി മറഞ്ഞു വരും. തുടക്കത്തിലൊക്കെ നേമത്തൊക്കെ കഴിഞ്ഞ കാലയളവിലൊക്കെ LDF സ്ഥാനാർത്ഥി
വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. പിന്നെയാണ് ഏറ്റവും ഒടുവിലൊക്കെ ആയിരുന്നു BJP സ്ഥാനാർത്ഥിക്ക് വലിയ എന്തെങ്കിലും ഒക്കെ സ്വാധീനം ചെലുത്താൻ സാധിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായി വ്യത്യസ്തമായി തുടക്കം മുതൽ അല്ലേ രാജീവ് ചന്ദ്രശേഖറിന്റെ വ്യക്തമായിട്ടുള്ള ലീഡ് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരു കാരണവശാലും BJPയെ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്ന് രണ്ട് മുന്നണികളും എടുത്ത ആ ഒരു ദൃഢനിശ്ചയം, ദൃഢമായിട്ടുള്ള ആ ഒരു തീരുമാനം അത് ഒരുപക്ഷെ നിയമത്തെ ആപ്ലിക്കബിൾ ആവില്ല. അതിലൊരു തിരുത്തുണ്ട്. രണ്ട് മുന്നണികൾ മാത്രമല്ല, ഇവിടുത്തെ ഈ ജിഹാദി കൂട്ടായ്മ അവരാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ BJP കടന്നു വരാതിരിക്കാനുള്ള എല്ലാ അജണ്ടയും മുന്നോട്ട് വെച്ചത്. ഒന്നടങ്കം ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട നടപ്പാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയിരിക്കുന്നത്. അതിന്റെ റിസൾട്ടാണ് വളരെ കൃത്യമായി വന്നിരിക്കുന്നത്. നോക്കൂ, UDFന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വളരെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മഞ്ചേശ്വരത്ത് എന്താണ് കണ്ടത്? മഞ്ചേശ്വരത്ത് വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് LDF ഉള്ളത്. വളരെ കുറച്ച് വോട്ടുകളാണ് LDF രമേശിന് ലഭിച്ചത് 40,000-ത്തിലധികം വോട്ടുകളാണ് 2021-ൽ. പക്ഷേ ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 10,000-ത്തിൽ താഴെ മാത്രമാണ് ഇടത് സ്ഥാനാർത്ഥിക്ക് ഡീല് നടന്നിരിക്കുന്നു. ആ ഡീല് ശരിവെക്കുന്ന ചില സന്ദേശങ്ങളൊക്കെ പുറത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു. അവിടുത്തെ LDFന്റെ ഒരു പ്രാദേശിക നേതാവ് CPMന്റെ നേതാവാണ് വളരെ കൃത്യമായി പറഞ്ഞു, ഇവിടെ മഞ്ചേശ്വരത്ത് BJP വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ക്രോസ് വോട്ടിംഗ് മഞ്ചേശ്വരത്ത് വളരെ കൃത്യമായി നടന്നിട്ടുണ്ട് എന്നതിന്റെ കണക്കുകളാണ് ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അനുമാനിക്കേണ്ടത്. അപ്പോൾ മറ്റെല്ലാ മണ്ഡലങ്ങളിലും സമാനമായ സ്ഥിതി നടന്നിട്ടുണ്ട്. ക്രോസ് വോട്ടിംഗ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വലിയ ഇടപെടലുകൾ ജിഹാദി ഇടങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലേക്ക് ഒന്ന് വളരെ പെട്ടെന്ന് പോകാം. 184-93 എന്നതാണ്. അതായത് വ്യക്തമായ ആധിപത്യം BJP തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒരു തിരിഞ്ഞുനോട്ടമില്ല. ബംഗാളിൽ ഇനിയും ആരാണ് BJPയുടെ മുഖ്യമന്ത്രി? ആദ്യമായി പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ BJP ഭരണം പിടിക്കുമ്പോൾ ഒരുപാട് പേരുകൾ അവിടെയുണ്ട്. സുവേന്ദു അധികാരിയുണ്ട്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുണ്ട്, മുൻ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരുകൾ BJPക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ആരെ ഇനി BJP ആ വളരെ സുപ്രധാനമായ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കും എന്നതാണ്. എന്തായാലും വൈകിട്ട് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. തമിഴ്നാട്ടിൽ NDA ഭരിക്കില്ലേ? അങ്ങനെ തോന്നുന്നു. ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ BJPയുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സനാതനധർമ്മം രോഗമാണെന്ന് പറഞ്ഞ ഉദയനിധി സ്റ്റാലിനും പരിഹാസം തമിഴ് ജനത ഒരു പരാമർശം. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകാത്ത വിധത്തിൽ DMKയെ നിലം പരിശാക്കിയിരിക്കുകയാണ്. അതിൽ TVK ഫാക്ടറാണ് ഏറ്റവും അധികം വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഗൗതം, ഈ എക്സിറ്റ് പോളുകളിലൊക്കെ വന്ന സമയത്ത് 90 മുതൽ 110 സീറ്റുകൾ വരെ TVK നേടുമെന്ന് അറിഞ്ഞപ്പോൾ അതിനെ ഒരു തരത്തിലുള്ള ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നില്ല. അതൊരു അബദ്ധക്കണക്ക് എന്നുള്ള രീതിയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തിയിരുന്നത്. പക്ഷെ അത് യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ്.